എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കും കാണിക്കുക. ടീച്ചറാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കുകയാണ്. അടുത്ത നിമിഷം സ്റ്റുഡൻസ് എല്ലാവരും ടീച്ചറിനെ കാണാൻ അടുത്തേക്ക് വരികയാണ്. ടീച്ചറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, നിങ്ങൾ എന്നെ കാണാൻ ഇവിടേക്ക് വന്നു അല്ലേ? ചെമ്പമുടിയനാണെങ്കിൽ ടീച്ചറോട് ചോദിക്കും, ടീച്ചർക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ടീച്ചർക്ക് പകരം ഷിനോ മാസ്റ്റർ, അദ്ദേഹമാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ മോശമാണ്, സോ എത്രയും വേഗം ടീച്ചർ തിരികെ വരണമെന്ന് പറയും. അത് കേട്ട് ടീച്ചർ ചിരിക്കും. പിന്നീട് സ്റ്റുഡൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ ഗിഫ്റ്റുകളായിട്ട് ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്യാണ്. ടീച്ചറിനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. കൊവാക്കി ഒരുപാട് വിഷമത്തിൽ ടീച്ചറിന്റെ അടുത്തേക്ക് വന്ന് പറയും, സത്യത്തിൽ ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ആ ബിൽഡിംഗ് കൊളാപ്സ് ആയതും ടീച്ചർ അവിടേക്ക് വന്നതും ഒക്കെ തന്നെ എൻ്റെ അശ്രദ്ധ മൂലമാണ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. അതിന് ടീച്ചറാണെങ്കിൽ അവനോട് പറയും, അയ്യോ ഇല്ല ഇല്ല, സത്യത്തിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനാണ് ശ്രദ്ധിക്കാതെ അവിടേക്ക് കയറി വന്നത്. ഞാൻ അല്പം കൂടെ കെയർഫുൾ ആയിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അവനെ സമാധാനിപ്പിക്കും. ഒക്കെയാണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കും, ടീച്ചർ ആ വില്ലത്തിയെ പ്രോപ്പറായിട്ട് കണ്ടായിരുന്നോ? അവളുടെ എന്തെങ്കിലും ഒരു മെമ്മറി ടീച്ചർക്ക് ഓർമ്മയുണ്ടോ? അതിന് ടീച്ചർ പറയും, സത്യത്തിൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയെന്ന് പറയും. അതിനുശേഷം അവരെല്ലാവരും അല്പം നേരം കാഷ്വലായിട്ട് സംസാരിച്ച് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ കൊവാക്കി അവനാണെങ്കിൽ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് വരികയാണ്. ഷിക്കമരുവും നറൂട്ടോയും രണ്ടുപേരും ദേഷ്യപ്പെട്ട് പറയും, നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത്തരത്തിലൊരു വില്ലൻ അവൻ ഇവിടേക്ക് വന്നുവെന്ന് നീ നേരത്തെ അറിഞ്ഞിട്ടും അത് ഞങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിപത്ത് അതുണ്ടായത്. ജസ്റ്റ് മിസ്സിനാണ് ജനങ്ങളുടെ എല്ലാം തന്നെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. സോ ഇനി നീ ഈ ഒരു മിഷനുമായിട്ട് മുൻപോട്ടേക്ക് പോകണ്ടെന്ന് പറയും. ഒക്കെയാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. മിക്കവരുമാണെങ്കിൽ തീർത്തു പറയും, ഇനിയും നമ്മൾ അവളെ ഇവിടെ നിർത്തുന്നത് അതൊട്ടും സേഫ് അല്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ കുഴപ്പമാണ്. സോ എത്രയും വേഗം അവളെ തിരികെ അയക്കണമെന്ന് പറയും. അത് കേട്ട് കവാക്കി ഷോക്കാവുകയാണ്. സായി ആണെങ്കിൽ കവാക്കിയോട് പറയും, നീ എത്രയും വേഗം വീട്ടിലേക്ക് തിരികെ പോകണം. പോലീസിന് ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അതിനോക്കെ പറഞ്ഞ് അവൻ തിരികെ പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആൻകോ അവളാണെങ്കിൽ ഇപ്പൊ ഷിനോട് പറയും, കുട്ടികളെല്ലാവരും വളരെയധികം പാനിക്കാണ്. അവരുടെ ഉള്ളിലെ ടെൻഷൻ മാറിയിട്ടില്ല. പ്രിൻസസിനാണെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്നും വിട്ടുമാറാൻ കഴിയുന്നില്ല. എത്രയും വേഗം അവളെ തിരികെ അയക്കുന്നതാണ് നല്ലത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ പ്രിൻസസിനെ കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ നിൽക്കുകയാണ്. അവളുടെ വീടിന് ചുറ്റും ഒരുപാട് കാവൽക്കാര് അങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും കൾപ്രിറ്റ് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പാഞ്ഞടുക്കാം. പ്രിൻസസിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. എത്രയും വേഗം നമുക്ക് തിരികെ നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകണം. അതിനുവേണ്ടി പ്രിൻസസ് നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് പറയും. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം. അവളുടെ അക്കാദമി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാം തന്നെ അവളിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കൊവാക്കിയും ചെമ്പമുടിയനും ഹേമാവരിയും അവരാണെങ്കിൽ അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പോലീസിനോട് ഷെയർ ചെയ്യാണ്. പോലീസ് ആണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഫ്രണ്ട് പ്രിൻസസിനും നിങ്ങൾക്കും യാതൊന്നും സംഭവിക്കില്ല, നിങ്ങൾ എല്ലാവരും സേഫ് ആയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കൊവാക്കി ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരികയാണ്. ഹേമാവരി ആണെങ്കിൽ കൊവാക്കിയോട് പറയും, ഒരു കാരണവശാലും പ്രിൻസസിനെ നമ്മൾ കൈയൊഴിയാൻ പാടില്ല. നമ്മൾ ഏറ്റെടുത്ത മിഷനാണ് പ്രിൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ഒരു യഥാർത്ഥ കൾപ്രിറ്റിനെ അവനെ കണ്ടെത്തുക എന്നത്. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പ്രിൻസസ് ഇവിടുന്ന് പോകാനായിട്ട് പാടില്ല. അതിന് എൻ്റെ കയ്യിൽ ചില ഐഡിയ ഒക്കെ ഉണ്ട്, നീയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് അവരാണെങ്കിൽ കൊവാക്കിയോട് പറയും. അതിന് കൊവാക്കി ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു പാർക്കിലേക്ക് വരും. ഹേമാവരി ആണെങ്കിൽ കൊവാക്കിയോട് പറയും, ഈ ഒരു മിഷനിൽ നമ്മളെ സഹായിക്കാൻ മറ്റൊരാളുണ്ട്, മറ്റാരുമല്ല ആ ചെമ്പമുടിയൻ. അവനോട് ഞാൻ പ്രിൻസസ് ആണ് ഈ ഒരു കൾപ്രിറ്റിന്റെ എര എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്, അത് കണ്ടെത്തണം എന്നാണ്. അവൻ്റെ ഉള്ളിൽ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല അവന് വളരെ വേഗം കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയും. അവളത് പറയുമ്പോൾ തന്നെ ചെമ്പമുടിയൻ അവൻ അവിടേക്ക് വരും. ആണെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു മാപ്പൊക്കെ തുറന്നു വെച്ച് ഡീറ്റെയിൽ ആയി നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചെമ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ആ കുഞ്ഞു പെണ്ണ് അവളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസ് അവളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസിൽ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന അസാസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല എന്ന് പറയും. അതേസമയം ഇവിടെ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ സാഡായിട്ട് അവളുടെ അസിസ്റ്റന്റിനോട് പറയും, കൊവാക്കിയെ ഈ ഒരു മിഷനിൽ നിന്നും പുറത്താക്കി. അവൻ ആക്ച്വലി അക്കാദമിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം അത് മുടങ്ങാതിരിക്കാനാണ് അസാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ഹൊക്കാഗയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു
ഈ ഒരു ഡ്രാമയും പ്രോഗ്രാമും എല്ലാം തന്നെ അത് സ്പോയിൽ ആവാൻ പാടില്ല എന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരു മിഷനപ്പുറം അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെയാണ് ഇരുന്നത്. സോ എനിക്ക് അവസാനമായിട്ട് അവൻ ഒരിക്കൽ കൂടെ കാണണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത കവാക്കിയാൻ ടീമാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് ക്യാമറയെക്കുറിച്ചും ഫോട്ടോയെക്കുറിച്ചും ചോദിക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ തീർത്തു പറയും, ഫോട്ടോ അത് ഞാൻ തരണമെങ്കിൽ കാരണം എന്താണെന്ന് അറിയണം. എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ? അതിനാ ചെമ്പമുടിയൻ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അവളോട് പറയും, എനിക്ക് ആക്ച്വലി അവിടെ വന്ന ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ആ ഫോട്ടോസിൽ അവളുടെ മുഖം അത് പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ കണ്ടെത്താനായിട്ട് കഴിയും. അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര സന്തോഷം. അവൾ ആ ഫോട്ടോസ് എല്ലാം തന്നെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കും. ഒരു കാര്യം, പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നീ കാണിച്ചു തരണമെന്ന് പറയും. അതിനവൻ ഓക്കെ പറഞ്ഞ് അവർ പുറത്തേക്ക് വരികയാണ്. മുടിയനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഇനി ഈ കാര്യം ആ കുഞ്ഞു പെണ്ണ് ലോകം മുഴുവൻ അറിയിക്കും. എനിക്കതാണ് സഹിക്കാൻ കഴിയാത്തത്. ബാക്കിയാണെങ്കിൽ അവനെ ആശ്വസിപ്പിച്ച് അവർ 3 പേരും വീണ്ടും ആ ഒരു മരത്തണലിലേക്ക് വരികയാണ്. അതിനുശേഷം ഓരോരോ ഫോട്ടോസ് ആയിട്ട് അവർ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഹേമാവരി ആണെങ്കിൽ അതിലൊരു ഫോട്ടോ കണ്ട് ഞെട്ടി കവാക്കിക്ക് കാണിച്ചു കൊടുക്കും. ഫോട്ടോയിൽ കാണുന്നത് പ്രിൻസസിന്റെ അസിസ്റ്റന്റ് അല്ലേ. ആളെന്ന് ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആൾ ആരും അറിയാതെ ഈ ഫംഗ്ഷനിലേക്ക് വന്നത്? അതിന് കവാക്കി പറയും, എന്നോടും പ്രിൻസസ് പറഞ്ഞത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവൻ പുറത്തു പോയെന്നാണ്. സോ അതിനർത്ഥം ഇവൻ തന്നെയാണ് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടേക്ക് വന്ന് അവൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഫുൾ ടൈം അവളുടെ കൂടെ തന്നെയാണ്. എത്രയും വേഗം ഈ കാര്യം അവളെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവനാണെങ്കിൽ കൺഫ്യൂസ്ഡായി അവർ ഓടുന്നത് നോക്കി നിൽക്കും. കട്ട് ചെയ്താ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ പോകുന്നതിന് മുൻപ് കവാക്കിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. അടുത്ത നിമിഷം പവർ കട്ടാവും. അവൾക്കാണെങ്കിൽ വല്ലാതെ എന്തൊക്കെയോ ബാഡായിട്ട് ഫെയിൽ ചെയ്യാണ്. അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അപ്പം ലോങ് ഷോട്ടിലായി ആ ഒരു വില്ലൻ അവളെ ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു വരികയാണ്. ഇവിടെ കവാക്കിയും ഹേമാവരിയും അവർ ഞൊട്ടിയിടയിൽ അവളുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തുകയാണ്. അവിടെ സെക്യൂരിറ്റീസിനെ എല്ലാം തന്നെ ആ ഒരു വില്ലൻ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അവർ മുകളിലേക്ക് നോക്കും. അവളുടെ അസിസ്റ്റന്റ് കത്തിയുമായിട്ട് ആ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരത് കാണേണ്ട താമസം റൂമിലേക്ക് ഓടിയെത്തും. അവരാണെങ്കിൽ ആ റൂമിലേക്ക് എത്തി ഒരു പ്രത്യേക കാഴ്ച കണ്ട് ഷോക്ക് ആവുകയാണ്. ആ അസിസ്റ്റന്റിന്റെ കയ്യിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ആളെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അതിനുശേഷം കൊവാക്കയും ഹേമാവരെയും കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞ് ദൂരത്തായിട്ട് കൈനീട്ടി കാണിക്കും. അതൊക്കെ അങ്ങനെ കൈനീട്ടി കാണിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ അവിടേക്ക് നോക്കും. ആ യഥാർത്ഥ കൾപ്രിറ്റ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. പ്രിൻസസിന്റെ സെക്യൂരിറ്റി അവൻ നമ്മുടെ ആൾക്കാർ കരുതിയതുപോലെ യഥാർത്ഥ വില്ലനല്ല. അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവൻ ശ്രമിച്ചതെന്ന് അവർ മനസ്സിലാക്കും. ബാക്കിയാണെങ്കിൽ ഹേമാവരിയോട് അവരെ രണ്ടുപേരെയും അവിടുന്ന് സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയും. അതിനുശേഷം ആ ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കവാക്കി റെഡി ആവുകയാണ്. അടുത്ത നിമിഷം വില്ലനും കവാക്കിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിനിടയിൽ വില്ലനാണെങ്കിൽ പുറത്തേക്ക് ചാടി ദൂരേക്ക് ഓടും. കവാക്കി ആണെങ്കിൽ വിടാതെ അവന്റെ പിന്നാലെ ഓടി വന്ന് അവനെ അടിച്ച് താഴെ ഇടുകയാണ്. അതിനുശേഷം അവന്റെ മാസ്ക് അത് വലിച്ചൂരാനായിട്ട് ശ്രമിക്കും. പക്ഷേ കവാക്കിയെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ബോഡി തന്നെ സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തുകയാണ്. കവാക്കി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് എടുത്തു ചാടി രക്ഷപ്പെട്ട് ദൂരേക്ക് മാറും. അല്പസമയം കഴിഞ്ഞ് അവിടേക്ക് പോലീസ് വരും. ഇതാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കവാക്കിയോട് ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം കവാക്കിയോട് പറയും, ഓൾറെഡി എന്നെ ഈ മിഷനിൽ നിന്നും പുറത്താക്കിയതല്ലേ, പിന്നെന്തിന് നീ വീണ്ടും അവളെ തേടിയെത്തി? അതിന് കവാക്കി പറയും, അവൾ എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാനായിട്ട് സാധിക്കും. പോലീസ് ആണെങ്കിൽ തീർത്തു പറയും, ഈ കാര്യം ഉറപ്പായാലും ഞാൻ മാൻഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആളവിടുന്ന് കടന്നു പോകും. കവാക്കി ആണെങ്കിൽ വീണ്ടും ഇപ്പൊ പ്രിൻസസിന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. പ്രിൻസസും സെക്യൂരിറ്റിയും അവർ രണ്ടുപേരും ഇപ്പൊ കവാക്കിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രിൻസസിന് അവളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാനായെന്ന് പറയും. അത് കേട്ട് ഒരുപാട് സന്തോഷത്തിൽ കവാക്കിയും ഹേമാവരിയും അവർ രണ്ടുപേരും നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരികയാണ്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ചെമ്പമുടിയന് അവനൊരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടെന്നും അവനൊരു പ്ലേ ബോയ് ആണെന്നും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഇടയിലും നോട്ടീസ് അടിച്ചിറക്കുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ അതൊക്കെ കണ്ട് കൺട്രോൾ പോയി അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. അതിനുശേഷം കവാക്കി ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് വരികയാണ്. മിക്കവരുമാണെങ്കിൽ കവാക്കിയെ അപ്രിഷ്യേറ്റ് ചെയ്യും. നീ ചെയ്തത് ശരിക്കും ഒരു നല്ല കാര്യം തന്നെയാണ്. നീ ചെയ്തതിലൂടെ വില്ലൻ ആരാണെന്നും അവൻ്റെ ടീം ആരാണെന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഇനി മുതൽ പ്രിൻസസ് അവൾ സേഫ് ആയിരിക്കും. അതുകൊണ്ട് അവളെ തിരികെ അവളുടെ ഗ്രാമത്തിലേക്ക് അയക്കുകയാണെന്ന് പറയും. അവളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ അയക്കുകയാണെന്ന് പറയും. അത് കേട്ട് കവാക്കി അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ പുറത്തേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.